ഇതല്ല തുടക്കം. അരങ്ങേറും മുൻപേ കഥ തുടങ്ങിയതാണ്. അവിടെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു കുട്ടിക്ക് SMA രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പം അവൻ്റെ ചികിത്സക്കായിട്ട് 3 കോടി ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവിടെ നിന്നുള്ള ഐറ്റംസൊക്കെ ഞങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ആ ഫണ്ട് കളക്ഷനിലൂടെ ഒരു 11 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി. കലാപ്രവർത്തനം നടത്തി സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ജനിതക രോഗം ബാധിച്ച ഉറ്റവന് കരുതലായി. പിന്നീടാണ് കലാമേളയ്ക്കായി പരിശീലനം തുടങ്ങിയത്. ശേഷം അരങ്ങിൽ നിറഞ്ഞ് വനം. നാട്യത്തിലൂടെയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് സഹജീവികൾക്കായുള്ള ചിന്തയാണ്. ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മൃഗങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം വന്നെന്നുള്ളത് ആരും പറയും. അവരുടെ ഭാഗത്ത് നിന്ന് ആരും സംസാരിക്കാറില്ല. നമ്മൾ അവരുടെ ആവാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ആവാസം ഇല്ലാണ്ടായപ്പോൾ വേറെ നിവൃത്തി അവർക്ക് ഇല്ലാണ്ടാവുകയാണ്. വരും കാലങ്ങളിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രകൃതിയുടെ വീണ്ടെടുപ്പ് ഓർമ്മപ്പെടുത്തുക. കാടുകയറുന്ന മനുഷ്യരും അവരെ തേടിയെത്തുന്ന അപകടങ്ങളുമായിരുന്നു സ്കിറ്റിന്റെ പ്രമേയം. കാട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്ന മനുഷ്യർ മുന്നോട്ട് വയ്ക്കുന്ന ധാരണകളോട് മുഖം തിരിക്കുന്നു. സഹജീവി സ്നേഹത്തിന്റെ തത്വമാണ് അരങ്ങിന് പുറത്തും അകത്തും കഥാപാത്രങ്ങൾ കാട്ടിത്തരുന്നത്. സഹജീവികളെ പറ്റിയാണ് കഥയ്ക്ക് മുൻപും ശേഷവും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും അവർ ജീവിതത്തിൽ പറയുന്നത് ഇതേ ചേർത്ത് നിർത്തല്ല കഥ തന്നെയാകും. ബിനു പാമ്പോയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.